ജുമാ നമസ്കാരത്തിനെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും വൃക്ഷത്തൈകൾ സമ്മാനിച്ച് വളാഞ്ചേരി ടൌൺ ജുമാ മസ്ജിദിന്റെ മാതൃക. 1000-ഓളം വൃക്ഷത്തൈകളാണ് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. പരിസ്ഥിതി ദിനമായ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനെത്തിയ വളാഞ്ചേരി ടൌൺ ജുമാ മസ്ജിദിലേക്ക് എത്തിയ വിശ്വാസികൾക്കാണ് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. പരിസ്ഥിതി സംരക്ഷണത്തിന് ഇസ്ലാം നൽകുന്ന സന്ദേശവും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ മഹത്വവും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വൃക്ഷത്തൈകൾ കൈമാറിയത്. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിറങ്ങിയ വിശ്വാസികൾക്കായി 1000-ഓളം വൃക്ഷത്തൈകൾ സമ്മാനിച്ചു. ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്ന മരങ്ങളും പ്രകൃതി വിഭവങ്ങളുടെയും സംരക്ഷണം ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്തമായി കരുതി ഏറ്റെടുക്കണമെന്ന് വളാഞ്ചേരി ടൌൺ ജുമാ മസ്ജിദ് ഖത്തീബ് മുനീർ ഹുദവി വിളയിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസം കൂടിയായതിനാൽ നമ്മുടെ വളാഞ്ചേരി മഹല്ല് ജമാഅത്തിൽ നിന്ന് ഇന്ന് ജുമാ നമസ്കാരം ആരാധനാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിശ്വാസികൾക്ക് മഹല്ലിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നടീൽ കർമ്മം നടത്താൻ വേണ്ടി തൈ വിതരണം നടത്തുന്ന ഒരു ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സന്ദേശമാകട്ടെ. ഇന്ന് നമ്മളെ ജുമാ ഖുതുബക്കുള്ള വിശ്വാസികൾക്ക് നൽകിയ സന്ദേശവും അതു സംബന്ധിയായിട്ടുള്ള സന്ദേശം തന്നെയായിരുന്നു. നമ്മൾ കാർഷിക വൃത്തിയിലേക്ക് എല്ലാവരും ഇറങ്ങിത്തിരിക്കാനും അതുപോലെ തന്നെ ഫലഭൂയിഷ്ടിയുള്ള മണ്ണിനെ യഥോചിതം ഉപയോഗപ്പെടുത്തുവാനുമുള്ള ഒരു സന്ദേശം കൂടിയാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥിതിയെ, അതിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത് മരങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സന്ദേശം വിശ്വാസികൾക്ക് നൽകുന്നതിൻ്റെ ശേഷം മരത്തൈ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പരിചരണം, അതിൻ്റെ ശുശ്രൂഷ അവർ ആ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഊന്നി പറയുകയും ചെയ്തു, അത് പരിചരിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യേണ്ട ദൗത്യം കൂടി കൊണ്ടുപോകുന്ന ആളുകൾ ഏറ്റെടുക്കണം എന്നുള്ളത്. ഏതായാലും ഈ ഒരു സംരംഭം കേരളക്കരയിൽ എല്ലാ മേഖലയിലേക്കും എത്തുന്ന ഒരു വലിയൊരു സന്ദേശമായി മാറട്ടെ. ജുമാ ഖുതുബയിലെ സന്ദേശവും ഇതായിരുന്നു. ഇസ്ലാമിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നതായിരുന്നു ഇന്നത്തെ സന്ദേശം. നമുക്ക് ആവാസ വ്യവസ്ഥിതിക്ക് അനുചിതമാകുന്ന എത്ര സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മരം ഒരു മനുഷ്യൻ നട്ടു കഴിഞ്ഞാൽ ആ മരം ഭാവിയിൽ ഒരു വിശാലമായ വടവൃക്ഷമായി മാറിക്കഴിഞ്ഞാൽ ഈ ഹാളിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന AC, ഇപ്പോൾ ഒരു 5-8 AC അല്ലെങ്കിൽ ഒരു 10-24 ടൺ AC-യുടെ ശീതീകരണ സംവിധാനമാണത്രേ ഒരു മരം, ഒരു വൃക്ഷം പ്രകൃതിയിൽ നൽകുന്നത്. പിന്നെ അതൊരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ അല്ലാത്തത് കൊണ്ടാണ് നമുക്കത് അനുഭവപ്പെടാത്തത്. അതൊരു തുറന്ന സ്ഥലത്താണ്, അല്ലേ? ആ തണുപ്പ് മാത്രമല്ല, അത് ഭൂമിയുടെ വേരൂന്നുണ്ട്. അതിൻ്റെ ചില്ലകളിൽ ഒരുപാട് പക്ഷികൾക്ക് കൂടൊരുക്കി കൊടുക്കുന്നുണ്ട്, പഴം കൊടുക്കുന്നുണ്ട്, തണൽ കൊടുക്കുന്നുണ്ട്, ഓക്സിജൻ, അല്ലേ, ശുദ്ധമായ വായു ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരു മരം പുറത്തേക്ക് വിടുന്ന, ഒരു വൃക്ഷം പുറത്തേക്ക് വിടുന്ന ശുദ്ധവായുവിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുത പരതന്ത്രരാകും. അപ്പം അത്രയും വലിയ സ്വതക്ക ലോകത്ത് ചെയ്യുന്നത് ഒരു മരമാണ്. വളാഞ്ചേരി കൃഷിഭവനാണ് വിതരണത്തിനുള്ള തൈകൾ എത്തിച്ച് നൽകിയത്. 2 ദിവസം മുൻപ് തന്നെ ഇതിനുള്ള തൈകൾ കൃഷിഭവനിൽ നിന്ന് എത്തിച്ചിരുന്നു. പരിസ്ഥിതി പ്രവർത്തനം ഏതാനും കുറച്ച് ആളുകളിൽ മാത്രം നിക്ഷിപ്തമായ ഉത്തരവാദിത്തമല്ല, മറിച്ച് എല്ലാ മനുഷ്യരും ഒന്നിച്ചു ചെയ്യേണ്ട ദൌത്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളാഞ്ചേരി ടൌൺ മഹൽ കമ്മിറ്റിയും മുനീർ ഹുദവി വിളയിലും വൃക്ഷത്തൈ വിതരണത്തിലൂടെ. ഈ ചാനൽ വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.